PSCയുടെ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള നിർണായകമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ 35 വയസ്സായി ഇനി PSC പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന ആശങ്കയോടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ പ്രതിഷേധവുമായി തെരുവുകളിൽ ഇറങ്ങിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമായി പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ് ഈ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട PSC പരിശീലന കേന്ദ്രത്തിലാണ്. ഇവിടെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവർ അടക്കം ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു നിരയുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ സാധാരണയായി അവർ ഇന്നും അവരുടെ പരിശീലനവുമായി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തോട് സമ്മിശ്രമായ പ്രതികരണം പൊതുവിൽ നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തോട് പ്രതികരിക്കാനുള്ളത് എന്നത് ശ്രദ്ധേയമായി മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അതിനെ ഏത് തരത്തിലാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? സ്വാഗതം ചെയ്യുന്നു, ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? രണ്ട് തരത്തിലാണുള്ളത്. പ്രായപരിധി കൂട്ടുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അതിന് മത്സരത്തിലോട്ട് വരാനായിട്ടുള്ള അവസരം കിട്ടും. അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. മാത്രമല്ല, ഈ പ്രായപരിധി കൂടുന്നതിനേക്കാളും ഉള്ള ലിസ്റ്റിൽ നിന്ന് കഴിവുള്ളവരെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ആവശ്യം. അതാണ് എൻ്റെ ഒരു താല്പര്യം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സർജ ഉള്ളതിൻ്റെ പ്രിപ്പറേഷനിൽ വന്നതാണ്. എക്സാംസ് കൂടുതലായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത്തരത്തിലാണ് പ്രതികരണം. അതായത് വലിയൊരു മത്സര സാഹചര്യം ഒരുക്കും ഈ പ്രായപരിധി ഉയർത്തുന്നതിലൂടെ എന്നതാണ് ആ ഉദ്യോഗാർത്ഥി വ്യക്തമാക്കിയത്. ആദ്യമായിട്ടാണോ ഈ എക്സാം എഴുതുന്നത്? അല്ലല്ല, കുറച്ച് നാളായി, 3-4 വർഷമായി. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് ഗുണം ചെയ്യുമോ അതോ മത്സര സാധ്യത? PSC പഠിത്തത്തിൻ്റെ വെച്ച് നോക്കുന്നെങ്കിൽ ഇത് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ പ്രായപരിധി മാത്രം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നിയമനം അതിനനുസരിച്ചുണ്ടെങ്കിലല്ലേ എല്ലാവർക്കും അത് ഗുണമാകത്തുള്ളൂ. പ്രായപരിധി കൂട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല. നിയമനം അതിനനുസരിച്ച് കൂടുതലുണ്ടായാലേ കാര്യമുള്ളൂ. അത്തരത്തിലുള്ള ആശങ്കകളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതായത് പ്രായപരിധി ഉയർത്തിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അവിടെ കൃത്യമായി പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് ജോലി നൽകാനുള്ളൊരു സാഹചര്യം കൂടി സർക്കാർ ഒരുക്കണമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഏജ് ഓവർ ആവാറായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലാസ്റ്റ് LD എക്സാം എഴുതിയവർക്കൊക്കെ ആണെങ്കിൽ ഇനി അടുത്തൊരു ചാൻസ്, അത് അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 40 ഏജ് വരെ ഉണ്ടല്ലോ, നമുക്ക് ടൈം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അതൊരു എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ യങ് ആയിട്ടുള്ള ആസ്പിറൻസിന് അത്ര എനിക്ക് തോന്നുന്നില്ല. ലേസി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ സർക്കാർ മാക്സിമം നിയമനം നടത്തുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇതിന് മുന്നേ ഉള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. ഒരു ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം ചോദിക്കാം, ഈ എത്ര വർഷം പ്യൂറായിട്ട് ഇതിനു വേണ്ടി തന്നെ പരിശീലനത്തിന് മാറ്റി വെക്കാൻ? ഇപ്പോൾ ഒരു 3 years ആയിട്ട് ഇവിടെ ഉണ്ട്, പഠിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിലുണ്ട്, 1-2 റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. അതായത് 35 വയസ്സിനോട് അടുത്ത് നിന്ന് ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു അവസരമായി മാറിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ യങ്ങായിട്ടുള്ള ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഈ മത്സര പരീക്ഷയുടെ ഭാഗമാകാനൊക്കെ ശ്രമിക്കുമ്പോൾ കൂടുതൽ സമയം അനുവദിക്കപ്പെടുന്നു എന്നത് അവർക്ക് മുമ്പിൽ ഒരുപക്ഷെ ഒരു അലസത ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ആശങ്ക പങ്കുവെക്കുന്നവരുമുണ്ട് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. ഏത് തരത്തിലാണിത് നോക്കിക്കാണുന്നത് സർക്കാരിൻ്റെ തീരുമാനം? സ്വാഗതം ചെയ്യുന്നു. മറ്റ് വിശദമായ വിലയിരുത്തലുകളിലേക്കൊന്നും അവർ പോകുന്നില്ല. എന്തായാലും സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് വരുന്നത്. ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം നോക്കിക്കാണുന്നത്? നല്ല തീരുമാനം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അതോ ഏതെങ്കിലും ലിസ്റ്റിലും ഉണ്ടായിരുന്നോ? അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. അതായത് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം ആയില്ല, അതിനപ്പുറത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നവർക്ക് യഥാസമയം ജോലി നൽകാനുള്ള ഒരു അവസരം കൂടി, അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കിയാൽ മാത്രമേ ഈ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനത്തിന് അർത്ഥവത്തായ ഒരു പര്യവസാനം ഉണ്ടാകുകയുള്ളൂ എന്നൊരു പൊതു അഭിപ്രായമാണ് ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ഇനി ഉണ്ടാകുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.